ആ ചിരിച്ച മുഖം, ആ ചെറു പ്രായത്തിലുള്ള മുഖമൊക്കെ തന്നെ കാണുമ്പോൾ എത്രയോ നമ്മുടെയൊക്കെ വീടുകളിലെ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കുഞ്ഞനുജന്മാർ, അവരെ പോലെയൊക്കെ നമുക്ക് എല്ലാവർക്കും നമുക്ക് അനുഭവിച്ചറിയാൻ തക്ക രീതിയിലാണ്. കാരണം ഇപ്പോൾ നോക്കൂ, ഒരു സ്ക്രീനിൽ ദേവനന്ദൻ്റെ ബന്ധുക്കളാണ്, ദേവനന്ദൻ്റെ സുഹൃത്തുക്കളാണ്, സഹപാഠികളാണ്, അവരൊക്കെയാണ് കണ്ടോ. അവർക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല, പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വണ്ണം ഉള്ള് തേങ്ങുകയാണ്. ഇങ്ങനെ കടൽ രംഭം പോലെ, തിരമാല പോലെ തന്നെ ദുഃഖം ഇങ്ങനെ അലയടിക്കുകയാണ് ഓരോ മനസ്സുകളിലും. ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ, അവരുടെ ഈ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മൃതദേഹം കാണുമ്പോൾ ദേവനന്ദനെ സംബന്ധിച്ചുള്ള മുത്തശ്ശ, ഞാൻ ഇനി അടുത്ത തവണ വരുമ്പോൾ എല്ലാ തവണയും പോലെ മുത്തശ്ശൻ്റെ തല മുടി വെട്ടിക്കാൻ കൊണ്ടുപോകുന്ന ആളാണ്. ഇനി അടുത്ത തവണ വരുമ്പോൾ ഞാൻ തന്നെ ആയിരിക്കും മുത്തശ്ശൻ്റെ തലമുടി വെട്ടി തരിക എന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആ ഒരു സ്നേഹവും ആ എത്രത്തോളം സ്നേഹത്തോടുകൂടി ഇഴചേർന്നതാണ് അവരുടെയൊക്കെ ജീവിതങ്ങൾ. പരസ്പരം മറ്റ് വൈരത്തിൻ്റെ ഒന്നും കണികകൾ പോലുമില്ലാതെ നിഷ്കളങ്കമായ ബന്ധങ്ങൾ, നിഷ്കളങ്കമായ ഇടങ്ങൾ, ഒത്തുചേരലുകൾ, അതൊക്കെയാണ് ഇവരെയൊക്കെ തന്നെ ഇപ്പോഴും ആ ഹൃദയത്തെ പൊള്ളിപ്പിക്കുന്നത്. അവർക്കിടയിലെ ഒരു വ്യക്തി ഇല്ലാതാകുന്നു, ആ വ്യക്തിയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേവനന്ദൻ്റെ കുടുംബം, മറ്റ് ഇപ്പോൾ കാണുന്ന നമ്മുടെ ദൃശ്യങ്ങളിൽ കണ്ട മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ കുടുംബം, മറ്റ് മൂവരുടെയും കുടുംബങ്ങൾ എല്ലാം ഇനി എത്ര നാളെടുക്കും ആ ദുഃഖത്തിൽ നിന്നും അവർക്കൊന്ന് ചെറുതായെങ്കിലും ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ. അത്രത്തോളം അവരെ സംബന്ധിച്ചോളം വേർപാടാണ്, കനത്ത വേർപാടാണ് ഈ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകും. ദേവനന്ദൻ്റെ വീട്ടിൽ നിന്നുള്ള കണ്ണീർ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. മൃതദേഹ സംസ്കാരത്തിനായി കൊണ്ടുവന്നിരിക്കുന്നു. പിതാവിൻ്റെ വീടായ കോട്ടയത്താണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അവിടെ നിന്നുള്ള കണ്ണീർ കാഴ്ചകൾ, വിതുമ്പൽ, ആ നാടിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല, ബന്ധുജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ആ വേർപാട്.